Retro soul, modern hurt and sports heritage. The Yamaha XSR 155, one of the most anticipated and late arrivals of Yamaha in India. It's built on Yamaha's proven and versatile 155 platform. It blends classic design with modern engineering, making it stand out in the world full of lookalikes. This isn't just about look. Underneath you get performance, refinement and reliability that Yamaha is known for. Do you know one of the biggest strengths of XSR 155? Yes, it's customization. From cafe racer kits to scrambler conversions, aftermarket seats, exhaust, mirrors and tire upgrades, this motorcycle is a modder's dream. Stock or modified, XSR 155 is not just a motorcycle, it's a canvas for your personality. So, let's take a closer walk around and see if it truly worth the wait. It's me, Rango. Welcome back. XSR 155 യമഹയുടെ സ്പോർട്സ് ഹെറിറ്റേജ് കാറ്റഗറിയിൽ 150cc സെഗ്മെൻറ്റിൽ വരുന്ന ഒരു യൂണിക് മോട്ടോർസൈക്കിളാണിത്. കംപ്ലീറ്റ്ലി ഒരു റെട്രോ ക്ലാസിക് സ്റ്റൈലിംഗ് എലമെൻറ്റോട് കൂടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർസൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്ന പലർക്കും RX100ൻ്റെ ഒരു മോഡേൺ വെർഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിക് മോട്ടോർസൈക്കിൾ ആയിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആയാലും റൈഡിങ് എർഗണോമിക്സ് ആയാലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഒരു വണ്ടി ഫസ്റ്റ് ലുക്കിൽ നമുക്കൊരു റെട്രോ ക്ലാസിക് മോട്ടോർസൈക്കിളായി തോന്നെങ്കിലും കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ളൊരു റൈഡിങ് എർഗണോമിക്സും അതുപോലെ തന്നെ ഒരു സ്പോർട്ടി പെർഫോമൻസൊക്കെയാണ് ഈ ഒരു മോട്ടോർസൈക്കിളിൽ യമഹ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള ഡെൽറ്റ ബോക്സ് ഫ്രെയിമും 155cc VVA ടെക്നോളജിയോട് കൂടിയിട്ട് വരുന്ന പെർഫോമൻസ് എഞ്ചിനും തന്നെ നോക്കിയാൽ മതി. ലുക്ക് പോലെയല്ല ഈ ഒരു വണ്ടിയുടെ റൈഡ് ഫീല് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിയൽ ഫീല് കിട്ടുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർസൈക്കിളാണിത്. ഈ ഒരു വണ്ടിയുടെ പല ഭാഗത്തും ആ ഒരു റെട്രോ ക്ലാസിക് ഡിസൈൻ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. റൗണ്ട് ഹെഡ്ലൈറ്റ്, റൗണ്ട് ഇൻസ്ട്രുമെൻറ്റ് കൺസോള്, റൗണ്ട് ടെയിൽ ലൈറ്റ്സ്, അതുപോലെ ആ ഒരു സൈഡ് ഫയറിങ്ങിൽ വരുന്ന ചെറിയ മെറ്റാലിക് പ്ലേറ്റ്സ്, റെട്രോ ക്ലാസിക് ഫീൽ തരുന്ന പ്ലീറ്റഡ് സീറ്റ്സ്, ട്രിമ്മായിട്ടുള്ള ഫ്യൂവൽ ടാങ്ക്, എക്സോസ്റ്റ് ഡിസൈന്, അങ്ങനെ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മോഡേൺ ക്ലാസിക് ടച്ച് തരുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി യമഹ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് നോക്കാം. ഈ ഒരു വണ്ടിയുടെ ഡയമെൻഷൻസിന് മാച്ച് ആവുന്ന രീതിയിൽ ആ ഒരു സൈസിൽ തന്നെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നതെങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ ഏരിയ കുറച്ച് ചെറുതായി പോയി എന്നൊരു ഫീൽ എനിക്കുണ്ട്. ബ്ലൂ ഷെയ്ഡിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു കൺസോളിൽ വന്നിട്ടുള്ളത്. ഇതിന് പകരം കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള കളർ TFT വരികയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ആസ് യൂഷ്വൽ ഓവർ ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു കൺസോളിൽ വരുന്നില്ല, ബേസിക് കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, ടൈം, ട്രിപ്പ് 1, ട്രിപ്പ് 2, ട്രിപ്പ് F, ഓഡോമീറ്റർ, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ്, ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ, ഫ്യൂവൽ മീറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ യൂഷ്വലി വരുന്ന വാർണിംഗ് ലൈറ്റ്സ് തന്നെയാണ് ഈ ഒരു കൺസോളിലും വന്നിട്ടുള്ളത്. ഇനി ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു മോഡേൺ ലുക്ക് തോന്നുന്ന രീതിയിലുള്ള സ്പ്ലിറ്റ് ഡിസൈനോട് കൂടിയിട്ടുള്ള റൗണ്ട് LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരു ഹാഫ് സർക്കിൾ DRLും അതുപോലെ തന്നെ സെൻറ്ററിൽ ആ ഒരു സ്പ്ലിറ്റ് ബാറിൽ XSRൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മിഡിൽ ലൈനിനോട് അലൈൻ ചെയ്ത് വരുന്ന രീതിയിൽ രണ്ട് സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക് ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതും ആ ഒരു ക്ലാസിക് എലമെൻറ്റോട് കൂടിയിട്ടുള്ള റൗണ്ട് ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ടൊരു സർക്കുലർ മൊഡ്യൂളും അതിന് ചുറ്റുമായിട്ടൊരു റിംഗ് മൊഡ്യൂളും വരുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക് ലൈറ്റ് ഡിസൈൻ അവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക് ലൈറ്റിന് ചേരുന്ന രീതിയിലുള്ള റയർ ഫെൻഡറും LED ഇൻഡിക്കേറ്റേഴ്സൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സ്വിച്ച് ഗിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് സെൽഫ് സ്റ്റാർട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എൻജിൻ കിൽ സ്വിച്ചും
അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഹസാർഡ് ലൈറ്റ് സ്വിച്ചാണ് വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പാസ് സ്വിച്ച് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച്, അതിന് തൊട്ട് താഴെയായിട്ട് ഹോണ്, അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വീൽ സെഷനിലേക്ക് നോക്കുമ്പോൾ R15-ലും MT-യിലൊക്കെ വരുന്ന സെയിം സെറ്റപ്പ് തന്നെയാണ്. 100/80 17-inch ട്യൂബ്ലെസ് ടയേഴ്സ്, 282 mm ഡിസ്ക് ബ്രേക്സ്, ടെലിസ്കോപ്പിക് അപ്സൈഡ് ഡൗൺ ഫോക്സ്, എല്ലാം സെയിം സെറ്റപ്പ് തന്നെയാണ്. ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഓവറാൾ ലെങ്ത് വരുന്നത് 2005 mm ആണ്, വിഡ്ത്ത് വരുന്നത് 805 mm, ഓവറാൾ ഹൈറ്റ് വരുന്നത് 1080 mm, 10 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നുണ്ട്, 137 kg കേർബ് വെയിറ്റ്, 1325 mm വീൽ ബേസ്, 810 mm സീറ്റ് ഹൈറ്റ്. ഇനി റെയർ വീൽ സെഷനിലേക്ക് വരുമ്പോഴും MT-ലും R15-ലൊക്കെ വരുന്ന ഒരു സെയിം സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. 140/70 17-inch ട്യൂബ്ലെസ് ടയേഴ്സ്, 220 mm ഡിസ്ക് ബ്രേക്ക്, ലിങ്ക്ഡ് മോണോഷോക്ക് സസ്പെൻഷന്, സ്വിംഗ് ആം, ഇതൊക്കെ R15-ലും MT-യിലൊക്കെ വരുന്ന സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. ഇനി എൻജിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ യമഹയുടെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള 155cc VVA എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. 155cc ലിക്വിഡ് കൂൾഡ് 4-stroke SOHC 4-valve വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മാക്സിമം പവർ വരുന്നത് 18.4 PS അറ്റ് 10,000 RPM, മാക്സിമം ടോർക്ക് വരുന്നത് 14.2 Nm അറ്റ് 7,500 RPM ആണ്. ഫ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചോട് കൂടിയിട്ടുള്ള ഒരു 6-speed ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. 120 mm ഒരു മിനിമം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വണ്ടിയിൽ കിട്ടും. ഇത് പലരെയും കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലോഞ്ച് ചെയ്ത ടൈമിൽ. ഇപ്പോൾ അവർ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 120 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ചാൽ മാക്സിമം ലോഡിൽ സസ്പെൻഷൻസ് മാക്സിമം എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്ന പൊസിഷനിൽ വരുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഈ ഒരു വണ്ടിയിൽ വരുന്ന മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് വണ്ടിയുടെ കേർബ് വെയിറ്റിൽ വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. സാരി ഗാർഡ് ഈ ഒരു വണ്ടിയിൽ പ്രോപ്പറായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ നല്ല വെൽ ഡിസൈൻഡ് ആയിട്ട് തന്നെ ആ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള വൈഡർ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. MT ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു പില്ലൻ കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള പില്ലൻ സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടി നമുക്ക് പല രീതിയിൽ മാറ്റിയെടുക്കാനും പറ്റും. അതായത് ഒരു ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് മോഡിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണിത്. ആഫ്റ്റർ മാർക്കറ്റ് സംഭവങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് പല രീതിയിലും മോഡിഫൈ ചെയ്ത് മാറ്റാൻ പറ്റും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം യമഹ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ 2 മോഡിഫിക്കേഷൻ കിറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കഫേ റൈസർ കിറ്റും ഒരു സ്ക്രാംബ്ലർ കിറ്റും. ഈ 2 സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ എന്ന് പറയാൻ കാരണം. ഈ ഒരു 2 മോഡിഫിക്കേഷൻ കിറ്റും ഷോറൂമിൽ നിന്ന് യമഹയുടെ ഡീലർഷിപ്പ് വഴി തന്നെ വരുന്നതുകൊണ്ട് MBD-നെ ഒന്നും പേടിക്കാതെ നമുക്ക് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം യമഹ കൊണ്ടുവന്നത് ഭയങ്കര അടിപൊളിയായി. യൂഷ്വലി യമഹ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാറില്ല. കഫേ റൈസർ കിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ആ ഒരു കഫേ റൈസർ ഡിസൈനിലുള്ള ഹെഡ്ലൈറ്റ് കൗൾ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു കൗള് കുറച്ച് സിമ്പിളായി പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കുറച്ചും കൂടെ വലിയ വൈസറൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ടെക്കിൻ ചെയ്ത് എയറിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കൗളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ആ ഒരു ലുക്കിന് മാത്രം പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കഫേ റൈസർ കിറ്റിൽ ബാർ ആൻഡ് മിറേഴ്സ് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു കഫേ റൈസറിലും ബാർ ആൻഡ് മിറേഴ്സ് കുറച്ചും കൂടെ ഷൂട്ടാവും. കാരണം ഇതിൻ്റെ സ്റ്റോക്ക് വരുന്ന മിറേഴ്സ് കുറച്ച് ഷോഗൻ ഡിസൈനാണ്. ഇനി കഫേ റൈസർ കിറ്റിൽ വരുന്ന മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ സീറ്റാണ്. ആ ഒരു കഫേ റൈസർ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സിംഗിൾ റൈഡർ സീറ്റ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള സീറ്റാണ്. ഈ ഒരു കഫേ റൈസർ കിറ്റിൽ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനാണ്. ഹെഡ്ലൈറ്റ് കോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ആയേനെ. ഈ ഒരു ബ്ലൂ കളറിൽ ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോക്സോട് കൂടിയിട്ട് വരുമ്പം ഈ ഒരു കഫേ റൈസർ കിറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി സ്ക്രാംബ്ലർ കിറ്റിലേക്ക് വരുമ്പം ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ടോട്ടൽ ലുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു മെറ്റാലിക് ഫ്ലൈ സ്ക്രീന്, ഹെഡ്ലൈറ്റ് ഗാർഡ്, ബാർ ആൻഡ് മിറേഴ്സ്, ഇതെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു വെറൈറ്റി പുതിയ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ക്രാംബ്ലർ കിറ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ 2 മെറ്റൽ പ്ലേറ്റുകൾ വരുന്നുണ്ട്. ഒന്ന് സിൽവർ ഷെയ്ഡിലുള്ള ഒരു മെറ്റാലിക് സൈഡ് കവറും
റേസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് സൈഡ് നമ്പർ പ്ലേറ്റും വരുന്നുണ്ട്. ഈ ഒരു നമ്പർ പ്ലേറ്റ് വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് കാരണം പില്ലിയൺ റൈഡറുടെ ലെഗിലേക്ക് ചെളി തെറിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് കുറക്കാൻ പറ്റും. ഈ ഒരു പ്ലേറ്റിൽ പില്ലിയൻ ഫുഡ് പെഗിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ക്രാംബ്ലർ ലുക്കിന് കുറച്ചും കൂടെ നല്ല ഫീല് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സ്ക്രാംബ്ലർ കിറ്റ് നമ്മൾ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈഡർ വ്യൂ ഭയങ്കര യൂണീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മിറേഴ്സ് ഒന്നും ഇല്ലാതെ ബാറൻ മിറേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം കുറച്ചും കൂടെ ഒരു മോഡിഫൈഡ് ഫീലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ലുക്കാണ് റൈഡർക്ക് കിട്ടുന്നത്. ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും MBD പൊക്കൂല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ്. ഇത് മാത്രമല്ല കോമൺ ആയിട്ട് വരുന്ന കുറച്ച് അക്സസറീസ് കൂടെ ഈ ഒരു വണ്ടിയുടെ കൂടെ വരുന്നുണ്ട്. എൻജിൻ ഗാർഡ്, റേഡിയേറ്റർ ഗാർഡ്, റേഡിയേറ്ററിൻ്റെ സൈഡ് ഗാർഡ്, നീ പാഡ്, ടാങ്ക് പാഡ്, പില്ലിയൻ ഗ്രാബ് റീല്, ടെയിൽ ടിഡി, മീറ്റർ കൺസോൾ സ്ക്രീൻ ഗാർഡ്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, മൊബൈൽ ഹോൾഡർ. അപ്പോൾ ഈ ഒരു ടോട്ടൽ അക്സസറീസും ഈ ഒരു കസ്റ്റമൈസേഷൻ കിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് 2 കിറ്റിലും വരുന്ന പാർട്സ് സ്വാപ്പ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ലുക്ക് കിട്ടാവുന്ന രീതിയിലും നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയുടെ പില്ലിയൻ ഫൂട്രസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റയർ ഫെൻഡർ റിമൂവ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് പുതിയൊരു സെറ്റപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഈ ഒരു സിമ്പിൾ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പല രീതിയിലും മോഡിഫൈ ചെയ്ത് മാറ്റാൻ പറ്റും. അതും ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു മോഡിഫിക്കേഷൻ പൊട്ടൻഷ്യൽ ഒന്ന് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റ് കംപ്ലീറ്റ് ഈ ഒരു വണ്ടി കീഴടക്കും എന്നുള്ള കാര്യം ഷുവറാണ്. R15 നമുക്കറിയാലോ, R15 ഇത്രയും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ മെയിൻ കാരണം അതിൻ്റെ പെർഫോമൻസും മൈലേജും തന്നെയാണ്. ആ ഒരു ഇൻ്റഗ്രേഷൻ VVA ഇൻ്റഗ്രേഷൻ കൊണ്ടാണ്. ഈ ഒരു വണ്ടിയിൽ അതും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ മോഡിഫിക്കേഷൻ കേപ്പബിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ R15 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പില്ലിയൻ കംഫർട്ട് വരെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കും എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഈ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസാണ് ഇതിൻ്റെ പെർഫെക്റ്റ് പ്രൈസിങ്. ഈ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഈ ഒരു വണ്ടിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു എൻജിൻ സൈഡ് കുറച്ച് എക്സ്പോസ്ഡ് ആയി എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റായിട്ട് ആ ഒരു ക്ലീൻ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു വണ്ടി നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടെ മെച്ചറായിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം, ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ പില്ലിയനെ വെച്ച് ഫാമിലി ആയിട്ട് പോകാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ടൂർ ചെയ്യാം, അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ആ ഒരു എയർ ഡ്രാഗ് വരും എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് നമുക്ക് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടോട്ടലി മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് എന്താ ഒപ്പീനിയൻ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.